നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടൻ ഇവിടെ തന്നെ ഇരിക്കണേ, എവിടെ ഇറങ്ങി പോരുത്. ഞാൻ ഇപ്പൊ വരാം. മക്കളെ കെട്ടിച്ചയച്ചിട്ട് എന്നും അവളുടെ പിന്നാലെ കെട്ടിച്ചയച്ച വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞാലേ അതൊരു മര്യാദ കേടാ. ഒരുപക്ഷെ നിന്നോടൊപ്പം ഞാൻ ആഘോഷിക്കുന്ന നിന്റെ അവസാനത്തെ ബർത്ത്ഡേ ആയിരിക്കുമല്ലേ ഇത്. അടുത്ത വർഷം അവിടെ പൊന്നാരൻ തോട്ടത്ത് അഭിഷേകിനോടൊപ്പം ആയിരിക്കുമല്ലോ നീ പിറന്നാൾ ആഘോഷിക്കുന്നത്. സിദ്ധുവേട്ടാ, ഇപ്പൊ ഡോർ തുറക്കല്ലേ. അല്ല, അപ്പൊ എനിക്ക് മലയെ കാണണ്ടേ? മാലാക്കെ കാണാം. അതിനു മുൻപ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ? അതെ, നമ്മൾ ഈ സമയത്ത് വന്നത് വേറെ ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ല. അതാകെ കുഴപ്പമാവും. അതുകൊണ്ട് സിദ്ധുവേട്ടൻ ഇപ്പൊ പുറത്തിറങ്ങരുത്. കാറിൽ തന്നെ ഇരിക്കണം. മനസ്സിലായല്ലോ? ഞാൻ ആദ്യം ഈ ഗിഫ്റ്റ് കൊണ്ടുപോയി അഞ്ജിതയ്ക്ക് കൊടുക്കട്ടെ. എന്നിട്ട് ഏട്ടനെയും കൂട്ടിക്കൊണ്ടുപോയി ഏട്ടന്റെ മാലാക്കി കാണിച്ചു തരാം. എന്താ, ഓക്കെ അല്ലേ? ഞാൻ എന്നാ അഞ്ജിത ഒന്ന് വിളിക്കട്ടെ. ഹലോ അഭിയേട്ടാ. അഞ്ജു, കിടന്നോ? ഇല്ല, അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അഭിയേട്ടൻ പറ. അഞ്ജുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടേ? വേണം. എങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി വാ. ഇപ്പോഴോ? ആ അതെ, ഇറങ്ങി വാ. ഞാൻ തന്റെ വീടിന് പുറത്തുണ്ട്. ഈശ്വര, വീടിന് പുറത്തോ? സത്യമാണോ അഭിയേട്ട പറയുന്നത്? എന്താടോ, എന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഞാൻ പുറത്തുണ്ട്, വെറുതെ പറയുന്നല്ല. ഇറങ്ങി വാ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എടോ, ഇപ്പൊ സമയം എത്രയെന്നറിയോ? 12-ന് 5 മിനിറ്റ് കൂടി. അതായത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ തന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേക്ക് തനിക്ക് ആദ്യം ഗിഫ്റ്റ് തരുന്നത് ഞാൻ ആവണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാ സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത്. വെയിറ്റ്, ഞാൻ ദേ വരുന്നു. ആ പിന്നെ താൻ വരുന്നത് ആരും കാണണ്ട. ഈ നേരത്ത് ഞാൻ ഇവിടെ വരുമെന്ന് വീട്ടുകാരറിഞ്ഞാ മോശം. ഇല്ല, ആരും അറിയില്ല. അഭിയേട്ടൻ ഫോൺ വെച്ചോ. ഏട്ടൻ ഇവിടെ തന്നെ ഇരിക്കണേ, എവിടെ ഇറങ്ങി പോരുത്. ഞാൻ ഇപ്പൊ വരാം. അഭിയേട്ടാ. അഞ്ജു വാ, നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിൽക്കാം. എന്തിന്? വാ, പറയാം. അപ്പോ അഭിയേട്ടന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? പിന്നെ താനെന്താ കരുതിയത്? അല്ല, എന്നോട് ഇഷ്ടമുണ്ടെന്നറിയാം. എന്നാലും ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ലല്ലേ? തീരെ പ്രതീക്ഷിച്ചില്ല. വല്ലാത്ത അത്ഭുതമായി പോയി. ഇനി ഇതുപോലെ എന്തൊക്കെ അത്ഭുതങ്ങള് അഞ്ജിത കാണാൻ പോകുന്നു? ആണോ?
അഭിഷേക് ആരാണെന്ന് താൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. ആളൊരു റൊമാൻറ്റിക് ഹീറോ ആണെന്ന് മനസ്സിലായി. റൊമാൻസ് ഇല്ലെങ്കിൽ പിന്നെ ലൈഫിന് എന്ത് രസമാണ് ഉള്ളത്? റൊമാൻസ് വേണം. നമുക്കിടയിലെ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് റൊമാൻറ്റിക് ആയിരിക്കണം. പ്രണയിച്ചാലും പ്രണയിച്ചാലും കൊതി തീരരുത്. ഈ ജന്മം മുഴുവൻ പ്രണയത്തിൽ അലിഞ്ഞലിഞ്ഞ് അതിന്റെ സുഖവും കുളിരുവേറ്റ് അങ്ങനെ കഴിയണം. അല്ല, ഗിഫ്റ്റ് ഒന്നുമില്ലല്ലോ. എവിടെ കാണട്ടെ? വെയിറ്റ് ടൈം ആവട്ടെ. ഇനി 30 സെക്കൻഡ് കൂടി ഉണ്ട്. കൃത്യം 12 ഇനി ഗിഫ്റ്റ് തരാലോ. ഒന്ന് ക്ഷമിക്കടോ. അങ്ങനെ വെറുതെ തരാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് തനിക്ക് തരുന്ന സമ്മാനമല്ലേ. അതിന് അതിൻ്റെതായ ചില രീതികളൊക്കെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.